നടൻ മാമുക്കയുടെ മകൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഉപ്പയെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ നാട്ടുകാർക്കും വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്റെ ഉപ്പയെ മനഃപൂർവ്വം, മരണപ്പെട്ടുപോയ എന്റെ ഉപ്പയെ മനഃപൂർവ്വം നാറ്റിക്കാന് കച്ചകെട്ടി ഇറങ്ങിയ ഒരു യുവനടി എന്തൊക്കെയോ നുണകളാണ് പുലമ്പിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നുണകൾക്കെതിരെ ശക്തമായി തന്നെ ഞാൻ പ്രതികരിക്കും. സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നാൽ അതുവരെ ഞാൻ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്കും തോന്നി ശരിയാണ് എന്ന്. നിങ്ങൾ ഒന്ന് കേട്ട് നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും. ഇങ്ങനെ ഒരു മേഡം എന്റെ ഉപ്പനെ പറ്റി പറഞ്ഞ ഒരു അപവാദത്തിന്റെ പിന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണോ. ഞാൻ എന്റെ വാപ്പനെ വെള്ളം പൂശാനല്ല, ഞാൻ കണ്ട എന്റെ കുടുംബം കണ്ട എന്റെ വാപ്പന്റെ സുഹൃത്തുക്കളും എന്റെ അയൽവാസികളും നാട്ടുകാരും മക്കളും ഒക്കെ ആയിട്ട് കൂട്ടുകുടുംബങ്ങളും കണ്ട വാപ്പനെ പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആ വാപ്പനെ പറ്റി ഒരു അപവാദം പറഞ്ഞ ഒരു മേഡത്തിന്റെ കഥ പറഞ്ഞ് അവര് ഈ ഓഗസ്റ്റ് 21-ന് ന്യൂസ് 18 കേരള ചാനലിൽ ഒരു 12 മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ, ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റ് പ്രകാരം ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇന്നലെ രാത്രി വൈകിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയാണ് ഈ കാണുന്ന പരാതി. കമ്മീഷൻ ഓഫീസിലാണ് കൊടുത്തിട്ടുണ്ട്. എനിക്കോ എന്റെ കുടുംബത്തിനോ ഇത് പുറത്ത് വരുന്നതിൽ സന്തോഷമുള്ളൂ. ഇതിന്റെ എന്ത് രീതിയായാലും എനിക്കിതിൽ ഇത് വന്നാലും സന്തോഷമുള്ളൂ. ഓക്കെ, അദ്ദേഹം ന്യൂസ് 18 വന്ന ആ ഒരു ബൈറ്റ്, ഒരു പെൺകുട്ടി കൊടുത്ത ബൈറ്റിലാണ് രോഷാകുലനാവുന്നതും തന്റെ ഉപ്പായെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഉടനെ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതിന്റെ അടുത്ത നിമിഷം അത് യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു. അതായത് ആ ഒരു ന്യൂസ് 18 മാത്രം വന്ന വാർത്തയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വിഷയം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ചാനലുകളൊന്നും നുണ പ്രചരിപ്പിക്കാറില്ല. ഈ ഒരു പെൺകുട്ടി ഫേക്ക് ആയിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് തന്നെ ഇദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കേസ് കൊടുത്തത് എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് 18 മാത്രമേ ഞാൻ ആ വീഡിയോസ് കണ്ടിട്ടുള്ളൂ. വീഡിയോക്ക് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്യാതിരുന്നിട്ടില്ല. കാരണം ഈ ഒരു സമയത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അലിഗേഷൻസും എല്ലാവരും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിൽ തെറ്റ് ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. എന്റെ ഉപ്പയെ എനിക്കറിയാം, എന്റെ നാട്ടുകാർക്ക് അറിയാം, എന്റെ വീട്ടുകാർക്ക് അറിയാം എന്ന വാക്കിന് അപ്പുറം ആ മരണപ്പെട്ട വ്യക്തിയുടെ അകത്തുള്ള എല്ലാവർക്കും അറിയാം എന്നുള്ള ധാരണയും തെറ്റ് തന്നെയാണ് എന്ന് ഇദ്ദേഹം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാലും അവര് നുണയാണ് പ്രചരിപ്പിച്ചത് എങ്കിൽ അവർക്ക് തന്നെ അതിനുള്ള ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം. ഇരക്ക് മാന്യമായ നീതി ലഭിക്കണം. അത് ആരായാലും എന്ത് കേസിലായാലും ഇര ആരായാലും അവർക്ക് മാന്യമായ നീതി ലഭിക്കണം. വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം. അത് സിനിമാ ലോകത്തായാലും രാഷ്ട്രീയത്തിലായാലും സാമുദായിക രംഗത്തായാലും സമൂഹത്തിൽ എവിടെ ആയാലും ശിക്ഷിക്കപ്പെടണം. വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെ. കുറ്റാരോപിതനല്ല, കുറ്റം ചെയ്തു എന്ന് ഇന്ത്യൻ കോടതികൾ തീരുമാനിക്കുമ്പോഴതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പരമാവധി ഷെയർ ചെയ്യുന്നതും. നീതി കിട്ടേണ്ടിടത്ത് ആർക്കാണോ കിട്ടേണ്ടത് അതിനു വേണ്ടി നമ്മളെല്ലാവരും അവരെ കൂടെ നിലകൊള്ളും, അല്ലെ? ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ പരമാവധി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ്. അതിൽ തെറ്റ് ചെയ്യുന്നവരെയും ശരി ചെയ്യുന്നവരെയും ഒക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഈ ഒരു വിഷയത്തിൽ മരണപ്പെട്ടു പോയ മാമുക്കായ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഇത് ചെയ്തിട്ടില്ല എന്ന് മകൻ പറയുന്നു. പക്ഷെ ഞാൻ എന്താണ് എന്ന് എന്റെ ഏറ്റവും അടുത്ത ഒരാളോടാണ് ഞാൻ കാര്യങ്ങൾ പറയാ. അതൊരു പക്ഷെ എന്റെ മകനോടാവണമെന്നില്ല, എന്റെ സുഹൃത്തുക്കളോടാവണമെന്നില്ല, എന്റെ ഭാര്യയോടാവണമെന്നില്ല. അത് ചിലപ്പോൾ എന്റെ മനസാക്ഷിയോട് മാത്രമാണെങ്കിലോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഒന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയമാവുന്നത് നല്ലതാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മടർച്ചു വെച്ച് ഒരാളോടും പറയാതിരുന്നിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്തണം. എല്ലാവരോടാണ് പറയാനുള്ളത്. ഇദ്ദേഹം പറയുന്ന പോയിന്റ്സിലേക്ക് എന്തായാലും നമുക്കൊന്ന് കടന്നു നോക്കാം. അപ്പോ ഓഗസ്റ്റ് 21-ന് ന്യൂസ് 18 കേരളയിൽ വന്ന ആ ന്യൂസ് ഞാനിപ്പോ കമ്മീഷൻ ഓഫീസിൽ ഇത് കൊടുത്ത് ഇപ്പോ അതിന്റെ തെളിവായിട്ട് വന്ന സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും എന്റെ സുഹൃത്തുക്കൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്തപ്പോഴും കാണില്ല. അതിന്റെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതാണ് അതിന്റെ രൂപം. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിന് പറയുന്നത് ഞാൻ വായിച്ചുതരാം. ദിസ് വീഡിയോ ഈസ് പ്രൈവറ്റ്. ആ വീഡിയോ അവര് പ്രൈവറ്റ് ആക്കി വെച്ച് ഇനി അതൊരാൾക്ക് കാണാൻ പറ്റില്ല. അതൊന്ന് മറവെച്ച് ഹൈഡ് ചെയ്ത് വെച്ച് പ്രൈവറ്റ് ആയിട്ട്. അത് ഡിലീറ്റഡ് അല്ല, ഡിസബിൾഡ് അല്ല,
അത് അൺലിസ്റ്റഡ് അല്ല, അത് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ആക്കി വെച്ച വീഡിയോക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതെന്തിനാണ് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്? ഒന്നല്ലെങ്കിൽ ഈ ഇര പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ആ വീഡിയോ അവർ പ്രൈവറ്റിൽ നിന്നും പബ്ലിക്കിലേക്ക് മാറ്റുകയും വീണ്ടും അത് ടാഗ് ലൈൻ ഇട്ട് പൊക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ന്യൂസ് ചാനൽസ് വീഡിയോ പ്രൈവറ്റ് ആക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ വീഡിയോക്ക് കിട്ടിയ വ്യൂ, ആ വ്യൂവിന് കിട്ടിയ ഇൻകം, ആ ഇൻകം ബ്ലോക്ക് ആവും. അതിന് നല്ലത് അത് പ്രൈവറ്റ് ആക്കുകയാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. രണ്ട് കാര്യമാണ് ഉള്ളത്. ഒരുപക്ഷെ മാമുക്കോയെ കുറ്റക്കാരനാണെങ്കിൽ അവർക്ക് ആ വീഡിയോ വീണ്ടും എടുത്ത് പബ്ലിക് ആക്കാം, അത് വീണ്ടും കുത്തിപ്പൊക്കാം. ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടല്ലേ? എനിക്ക് തോന്നി അതാണ്. അപ്പോ ഇതിൽ ഇദ്ദേഹം കൊടുത്ത കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നീക്കം ചെയ്യുന്നത് എന്നുള്ളത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. സ്വന്തം ഉപ്പാക്ക് വേണ്ടിയിട്ട് മക്കളല്ലാതെ പിന്നെ ആര് ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ? ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ പറഞ്ഞു, എന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു എന്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ സാറടുത്ത് പറഞ്ഞു, സാറേ ഇത് നടക്കൂല, അസോസിയേറ്റ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരുടെ അടുത്ത് ചോദിച്ചു. ഞാനല്ല, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ഇത് ചിരിച്ച് കളിച്ചിട്ട് വളരെ സന്തോഷത്തിൽ കിലുക്ക സിനിമ ഒക്കെ കണ്ട പോലെ പറയാ. അവര് മറ്റൊരാളെ അവരുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് ഒരു സംവിധാനം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവരെ ശരീരമാണെന്ന് പറഞ്ഞ മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടെ എന്ന് ഇവർ ചോദിച്ചു. അതിൽ നിന്ന് ഇവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. എന്റെ നാട്ടിലൊക്കെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ കൂട്ടിക്കൊടുക്കാനൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ഇതൊന്ന് കേൾക്കുമ്പോ കണ്ണും കാതും അടിക്കണം ഇനിയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോ. ഈ സ്ത്രീ ഈ മാഡം പറയുന്നതാണ് ഞാൻ പറയുന്നത്, മറ്റൊരാളെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റും, അപ്പൊ പോരാ നിങ്ങളെ തന്നെ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സ്ത്രീ ചിരിച്ചു കളിച്ച് പറയാണ്. നിങ്ങളൊരു കാര്യം ഞാൻ ആ സ്ത്രീയോടും ആ മാഡത്തിനോടും പൊതുജനത്തിനോടും കൂടി പറയാം. ഇങ്ങനൊരു സാധനം വന്നിട്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളെ മറ്റുള്ള വലിയ വലിയ മാധ്യമങ്ങളിലുള്ള വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവര് പറയണില്ല, അത് ഒരു ഫേക്ക് ന്യൂസ് ആയതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതിലൊരു പ്രശ്നം ഞാൻ പറയാം. ഈ പെൺകുട്ടി പറഞ്ഞ വാക്ക് ഇവിടെ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അതായത് പെൺകുട്ടിക്ക് സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം. എന്നാല് സിനിമയിൽ അവസരം കിട്ടാൻ ഇവരുടെ കഥ സിനിമയാകണമെങ്കിൽ സംവിധായകന് വഴങ്ങണം. അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ ഇവരുടെ കൂടെയുള്ള ഇവരെ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ ആകാം, പ്രൊഡ്യൂസർ ആകാം, വേറെ വല്ല സംവിധായകനുമാകാം, സുഹൃത്താകാം. ആ സംവിധായകനോട് പറയുന്നു, വേറെ ഒരാളെ സെറ്റാക്കി തന്നാൽ ഈ കഥ നിങ്ങൾ സിനിമയാക്കുമോ? അത് പറഞ്ഞപ്പോ ആ സംവിധായകൻ അത് പറ്റിയില്ല, അത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പോ ഈ ഒരു പെൺകുട്ടി വഴങ്ങിയില്ല, സിനിമ ക്യാൻസൽ ആയി പോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഈ പെൺകുട്ടിയാണ് ഞാൻ വേറൊരാളെ സെറ്റ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചത് എന്ന രീതിയിൽ മാമുക്കോയയുടെ മകൻ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടല്ലോ. ആ ഒരു ഭാഗത്തെ എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ കേട്ടതും നിങ്ങൾ കേട്ടതും രണ്ടല്ലല്ലോ, ഒന്ന് തന്നെയല്ലേ. വേറെ ഒരാൾ, അയാളുടെ പേര് എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ ആ സിനിമ ഉപേക്ഷിച്ചു എന്ന് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ഇത് പറഞ്ഞ രീതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ശരിയാണ്. ഒരാള് അയാൾക്കുണ്ടായ ഒരു ദുരനുഭവം അത് ചിരിച്ചുകൊണ്ടല്ല പറയുക, ഭയങ്കര ഗൗരവത്തോട് കൂടിയിട്ട് തന്നെയാണ്. അവരെ ലൈഫ് വെച്ച് കളിച്ചൊരു കളി ആയതുകൊണ്ട് തന്നെ കൃത്യമായി അവർ സംസാരിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകാം, ഭയം എങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം തന്നെ പറയുന്നു, നിരന്തരമായി ചാനലുകളിന് ഈ ബൈറ്റ് കൊടുത്ത് അവർക്കൊരു വലിയ ഉഷാറ് വരികയും ഇതൊരു പ്രചോദനമായി ഉൾക്കൊള്ളുന്നത് പോലെ അവർ ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ആളുകളുടെ ഇമോഷൻസ് നമുക്ക് ഒരേപോലെയാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല. ഒരിക്കലും എന്റെ ഇമോഷനും നിങ്ങളുടെ ഇമോഷനും ഒന്നാവണമെന്നില്ല. ഒരേ സന്ദർഭം രണ്ട് രീതിയിലാവും നമ്മൾ റിയാക്ട് ചെയ്യുക. ഈ ഒരു പെൺകുട്ടി അങ്ങനെ കുറെ ആളുകളോട് പറഞ്ഞ് പിന്നീട് ചിരി വന്നതാണെന്നത് അദ്ദേഹം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടറിയാം. അതേപോലെ ഇത് ഫേക്ക് ന്യൂസ് ആയതുകൊണ്ടാണ് മറ്റേ ചാനലുകൾ ഇത് കൊടുക്കാഞ്ഞത് പറയുന്നത്. പക്ഷെ മറ്റുള്ള ചാനലുകൾ പിന്നീട് വരെ മുഖം കാണിക്കാതെ അത് വാർത്തയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇപ്പോ മറ്റുള്ള ചെറിയ ഓൺലൈൻ ചാനലുകൾ ഇതിനെ ശക്തമായിട്ട് അടിച്ചേൽപ്പിച്ച് പറഞ്ഞുകൊണ്ട് പല കോലത്തിലും കളിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സാധനത്തിന് വർഗീയമായിട്ട് വരെ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കമന്റുകൾ കേട്ടാൽ മനസ്സിലാവും. പോയമാരെന്നൊക്കെ പലയിടത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർഗീയ ലെവലിൽ ഇത് പോവാ. രാഷ്ട്രീയക്കാരും ഇതിനെ കളിയാക്കി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ പോണത്, ഇനി എന്റെ വാപ്പ എന്റെ അങ്ങാടിയിൽ ആ മീൻ മാർക്കറ്റിലും ജനം തിങ്ങി താമസിക്കുന്നിടത്ത് 77 വയസ്സ് വരെ ആ പരിസരത്തും കോഴിക്കോടിന്റെ പള്ളിക്കണ്ടി കല്ലായി ഭാഗങ്ങളിലും കോഴിക്കോട് കണ്ട സാംസ്കാരിക നേതാക്കളെ കൂടെ ചെറുപ്പകാലം പങ്കിട്ട എസ് കെ പൊറ്റക്കാട്, ബാബുരാജ്, KT മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ, എനിക്കങ്ങനെ ഈ മൊയ്തു മൗലവി
എനിക്ക് അങ്ങനെ 100 ആളുകൾ എന്റെ കൂടെ കണ്ട് പരിചയമുള്ളതുണ്ട്. ബാബുരാജിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ നാട്ടില് ഇപ്പൊ കോഴിക്കോട് അങ്ങാടിയിലാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടട്ടെ. മരണപ്പെട്ടു പോയ ആളാണ്, അത് നീതിയായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് കിട്ടട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ആർക്കെതിരെയും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. അവർക്കൊരു ആരോപണം അവർ പറയുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായി, അത്രേ പറയുന്നുള്ളൂ. ആരുടെ പേരിലും കേസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യൻ ഇനി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്നത് പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഉള്ള ഒരു വിഷയം അത് മാമുക്കയിൽ നിന്നും മാറി മറ്റുള്ള ആളുകളിലേക്ക് മാറിപ്പോകുന്ന സമയമാണ്. യഥാർത്ഥ വില്ലന്മാർ ഇനിയും ഉണ്ടല്ലോ, അവരിലേക്ക് അത് മാറിപ്പോകുന്ന സമയമാണ്. അപ്പൊ ഇദ്ദേഹം ഒരു കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ വാട്സപ്പ് ചാറ്റുകളോ എന്തെങ്കിലും സൗണ്ട് റെക്കോർഡിങ്സോ എന്തെങ്കിലും ദൃക്സാക്ഷികൾ ആരെങ്കിലും ഒക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ മാമുക്കയുടെ പ്രതിച്ഛായ എന്താവും? സ്വന്തം മകൻ കാരണം വീണ്ടും നാണം കെടില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി ഇയാൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഈ ഒരു പെൺകുട്ടി പറഞ്ഞ നുണയാണെങ്കിലും അത് നീതി കിട്ടുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു പെൺകുട്ടി ഒരു അലിഗേഷനായിട്ട് പറഞ്ഞു അത് അവസാനിപ്പിച്ച് പോയി, കേസ് കൊടുക്കുന്നില്ല. പക്ഷേ കേസ് ഇദ്ദേഹമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ഡൗട്ടാണ് എല്ലാവർക്കും ഉണ്ടാവുക ഡൗട്ട്. ഈ മാഡം ആരിഫ് മുറുക്ക ഇവർ കോഴിക്കോട് കമ്മീഷൻ ഓഫീസിൽ പായസം കൊടുക്കുന്ന ആളാന്ന് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ 12 മിനിറ്റിന് പോയല്ലോ, ഇനി തപ്പിയാൻ കിട്ടും. കമ്മീഷൻ ഓഫീസിൽ ഇവർ ആർക്കും പറയാം. ഞാൻ തന്നെ പരാതി കൊടുക്കാൻ പോയ പാടും ആരും ഒരു ചെറുപ്പം ചോദിച്ചു, അവർക്കൊന്നും പരിചയമില്ല, കണ്ടിട്ട് പോലും പരിചയമില്ല. ഇവർ അമ്മ പായസം ബുക്കാണ്, ഒരു പായസം ബുക്കാണ് 20 റുപ്യക്ക് അമ്മ ബുക്കുക, 30 റുപ്യക്ക് അതേ പായസം ഒരു ബുക്കുക. ഇവർ പറഞ്ഞതാണ് 30 റുപ്യക്ക് ഇവർ എന്ത് പായസം ബുക്കണം എനിക്കറിയില്ല. 20 റുപ്യക്ക് അമ്മ ബുക്കിന് ഇവർ 30 രൂപയാണ്. ഈ കമ്മീഷൻ ഓഫീസിൽ നായകർക്ക് 40 വട്ടം കയറി ഇറങ്ങുന്ന പായസം ബുക്ക പാരമ്പര്യമായിട്ട് അമ്മ ഇവരൊന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് ഒരു റൈറ്ററോട് പറഞ്ഞുകൂടായിരുന്നു, മാമുക്കോയ ഇങ്ങനെ പറഞ്ഞു, സുധീഷ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം കമ്മീഷണർ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോ കേട്ട കാര്യം കേട്ടല്ലോ. അപ്പോ ഒരു റൈറ്ററോടെങ്കിലും ഈ ഒരു കംപ്ലൈന്റ് പറയാറുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ആളുകൾ ഈ വിഷയം സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുമ്പോ അവർക്കും ധൈര്യം കിട്ടി, അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത്. അപ്പോ ഈ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. കമ്മീഷണർ ഓഫീസിൽ ആർക്കും വരെ അറിയില്ല, അവരുടെ പായസം വിൽക്കാൻ പോയിരുന്ന ആളാണ്, അവർക്കും അറിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ നുണ പറഞ്ഞതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കാരണം പോലീസ് സ്റ്റേഷനിലുള്ള അവിടെയുള്ള ആർക്കും ഇവരെ അറിയുക പോലും ഇല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ അപ്പൊ അവര് കളിക്കുന്ന കളിയിൽ നല്ല നുണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ ഒരൊറ്റ വാക്ക് ഉണ്ടല്ലോ, ഈ ഒറ്റ കാര്യം ഉണ്ടല്ലോ, അതാണ് എനിക്ക് സ്ട്രൈക്ക് ആയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരു പായസം വിറ്റിരുന്ന കാലം അത് കുറച്ച് മുമ്പായിരുന്നെങ്കിലോ, അതും ഒരു ഡൗട്ടാണ്. അതും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പുതിയ പോലീസ് ഓഫീസേഴ്സ് ആവും മാറി 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 വരിക. അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ഇനി അവര് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, അതൊരു നുണയായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ മാമുക്കോയെ കുറിച്ച് പറഞ്ഞ അലിഗേഷൻസ് അത് ഫേക്ക് ആവും, ഒരു ഡൗട്ടും വേണ്ട. അത് കഴിഞ്ഞാൽ ഞാൻ സുപ്രീം കോടതിയിലും പോകും. ഈ ക്രിമിനൽ കേസും സിവിൽ കേസും ഞാൻ മാനനഷ്ടത്തിന് ഞാൻ കൊടുക്കും. ഈ വീഡിയോ ഒന്നും ഐഡിയ ചെയ്തോണ്ടൊന്നും കാര്യമില്ല, അതിനൊക്കെ തെളിവുകൾ കയ്യിലായിപ്പോയി, ഇതൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ഈ കേസിന് വരുമ്പോ ഇതിന്റെ പേരിൽ ഇനി കള്ളക്കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതും പത്രമാധ്യമങ്ങളും പൊതുജനം എതിരുള്ളവരും ആഘോഷിച്ചു. അപ്പൊ ഞാൻ ഇപ്പോഴേ പറയാതെ ഈ മഹത്തായ വനിതക്ക് എന്തുണ്ട്, മറ്റൊരു സ്ത്രീനെ തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന സ്വഭാവമുണ്ട്. അതേതാ മറ്റൊരു സ്ത്രീ? ആ സ്ത്രീക്കുള്ള മാന്യത, ആ സ്ത്രീക്കുള്ള ശരീരം, ആ സ്ത്രീയുടെ ചാരിത്രം തന്നെയല്ലേ ഈ സ്ത്രീക്ക് ഉണ്ടാവേണ്ടി? ആ സ്ത്രീന്റെ കൊടുക്കാനും ഈ സ്ത്രീന്റെ കാര്യം നടത്താനല്ലേ? അദ്ദേഹം അതേല് തന്നെ കത്തിക്കയറി പിടിച്ചോണ്ടിരിക്കുക. ഒരാള് അങ്ങനെ ചോദിച്ചു, പറഞ്ഞു, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു പെൺകുട്ടി മറ്റൊരു സ്ത്രീയുടെ മാനം കൊടുത്തിട്ട് സിനിമ എടുക്കാൻ തയ്യാറാണ് എന്ന് പറയുക, അത് അവരാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ, അവർ പറഞ്ഞു ശരിയാണ്, അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്താ ഈ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ അവരെ മാനവും നിങ്ങളുടെ മാനവും ഒക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നത് എനിക്കും ചോദിക്കായിരുന്നു. പക്ഷെ ഇദ്ദേഹം അത് കൃത്യമായിട്ട് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. 2 തവണ അത് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടതാ. അപ്പൊ ആ വീഡിയോ പ്രൈവറ്റ് ആയി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇദ്ദേഹം പ്ലേ ചെയ്തതിൽ തന്നെ അത് വ്യക്തമാണ്. വേറെ വേറൊരാളെ സെറ്റാക്കി തന്നാൽ മതിയോ എന്ന് പറഞ്ഞു. അവർക്ക് അത് വേണ്ട, നിങ്ങളെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒഴിവാക്കി. പക്ഷെ ആരാണത് പറഞ്ഞത് എന്നുള്ള വിഷയം എനിക്കിപ്പോ പറയാൻ കഴിയില്ല അയാളുടെ പേരെന്നാ. ഇനി ആ ഒരു കേസ് കൊടുത്തല്ലോ, ഇനിയിപ്പോ കേസ് കൊടുത്ത സ്ഥിതിക്ക് കോടതിയിൽ കയറി ഇറങ്ങണം. അപ്പൊ അദ്ദേഹത്തിനോടും കൊണ്ടുവരേണ്ടി വരും, അദ്ദേഹത്തിന്റെ പേരും കൊണ്ടുവരേണ്ടി വരും. അദ്ദേഹം സ്ഥിരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ പൊന്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞാൻ ശോഭിച്ചൊന്നും പറയില്ല. ആ സ്ത്രീൻ്റെത്
ഈ സ്ത്രീൻ്റെ അത് കൊടുക്കൂല, ആ സ്ത്രീൻ്റെ അത് കൊടുക്കാം, എങ്കിൽ എന്റെ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ സുപ്രീം കോടതി വരെ പോകും. ഇത് പൂർണ്ണമായിട്ട് തെളിഞ്ഞാൽ ഞാനിപ്പനെ പറ്റി ബാക്കി കഥകളൊക്കെ ഇതിൽ പറയാം. എല്ലാവരും ഒന്ന് കേട്ടിരിക്കണം, ശ്രമിക്കണം. കാരണം എനിക്ക് റോട്ടുമേൽ ഇറങ്ങണം. ഉപ്പനെ പറ്റി ഈ പറഞ്ഞ സാധനം നിങ്ങൾ തെളിവ് കൊടുത്ത് സെറ്റായാൽ നിങ്ങൾ പറയണ ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് മാപ്പ് പറയും. അങ്ങനെ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മതിയാവില്ല. അവർക്ക് മാനനഷ്ട കേസ് അവരും കൊടുക്കും, ഫയൽ ചെയ്യും, അത് കൊടുക്കേണ്ടി വരും. അപ്പോ ഇവർ പറഞ്ഞ വിഷയം ആ ഒരു പെൺകുട്ടിയെ അങ്ങനെ തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. കേസ് കൊടുത്ത സ്ഥിതിക്ക് ആ ഒരു സ്ത്രീ കോടതിയിൽ കയറി ഇറങ്ങണം. കോടതിയിൽ കയറി ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീയെ സെറ്റാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവരേണ്ടി വരും. ഇവർക്ക് കയ്യിലുള്ള എന്താ പറയാ തെളിവുകൾ കാണിക്കേണ്ടി വരും. അങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല, മാമുക്കയുടെ മകനും അറിയില്ല. അതുകൊണ്ടാണ് ഒരു ഡബിൾ ആയിട്ട് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇരയുടെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ മാനനഷ്ടത്തിനുള്ള കാര്യങ്ങൾ നോക്കും. അത് ഡബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ പാടില്ല. നമ്മളൊരു അലിഗേഷൻ പറയുമ്പോൾ അത് സത്യമാണെങ്കിൽ ശക്തമായി അതിൽ ഉറച്ചു നിൽക്കുക, സ്റ്റേറ്റ്മെന്റ് മാറാൻ പാടില്ല, അതിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ കുടുംബത്തിന് ഏറ്റ ക്ഷതം ഇതിന് ഞാൻ പരാതി കൊടുക്കുമ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ മുഖേനയോ വേറെ ഏതെങ്കിലും രീതിയിലോ എന്റെ കുടുംബത്തിലുള്ള കുട്ടികളെ എന്റെ സ്വത്തിന്റെ മുകളിലേക്കോ നിങ്ങൾ വന്നാൽ ഇതിന്റെ അപ്പുറത്തായിരിക്കും ഇതിന്റെ മറുപടി ഉണ്ടാവാം. ഓക്കെ, അതൊരു വെല്ലുവിളിയാ. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു കള്ളക്കേസിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അത് മുൻകൂർ ജാമ്യം എടുത്തതുപോലെ എനിക്കും തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ചില സംസാരിക്കുന്ന രീതി അത് വ്യത്യാസപ്പെടുത്തണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയുമ്പോൾ ഈ വാക്കുകളൊക്കെ ഭാവിയിൽ ഇതൊക്കെ ഒരു എന്താ പറയുക തെളിവാണ്, തെളിവായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തെളിവായിട്ട് ഉപയോഗിച്ചത് ആ ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ കൂട്ടിക്കൊടുത്തിട്ട് സിനിമയിൽ കയറാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു അവരെ കൂടെയുള്ള ഒരാൾ സെറ്റ് ആക്കി കൊടുക്കാന്നുള്ളത്. ഇപ്പൊ അതാ പറയുന്നത് ഇരയുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എന്റെ വീട്ടുകാർക്ക് നേരെയോ എനിക്ക് നേരെയോ എന്റെ സ്വത്തിന് നേരെയോ എന്റെ മക്കൾക്ക് നേരെയോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കള്ളത്തരം കാണിക്കാൻ വന്നാൽ ഞാൻ അതിന്റെ മുകളിൽ പണിയെടുത്ത് അങ്ങോട്ട് പണി തരുമേ, അത് കോടതിയിൽ ഞാൻ കയറ്റി ഇറക്കുന്നാണ് പറയുന്നത്. ഈ ഇപ്പൊ മരിക്കുന്നത് 2023 ഏപ്രിൽ 26 പിന്നെ മെയിൽ ആ പൈസ വന്നിട്ടില്ല. ആ 5000 ഉറപ്പ് അടുത്ത 150 ആർട്ടിസ്റ്റുകൾക്ക് കിട്ടി. നിങ്ങൾ എന്താ അവനെ പറ്റി മനസ്സിലാക്കി? 150 ആളുകൾക്ക് കൊടുക്കുക 5000 ഉറുപ്പ്യ വെച്ച് കൊടുക്കണമെങ്കിൽ 7 ലക്ഷം ഉറുപ്പ്യ അങ്ങനെ വേണ്ടേ? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം അടക്കം ഒരുപാട് നടന്മാര് ലവി ഓരോ പടത്തിന്റെ കിട്ടുന്ന വരുമാനത്തിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. പോരാത്തത് ഇതൊരു കൂട്ടായ്മന്റെ ഒരു സംഘടനയാണ്, കുറെ ആളുകൾക്കുള്ള ഒരു മേഖലയിലെ ഒരു സംഘടന. ഈ സാധനത്തു നിന്ന് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പൈസ കൊടുത്തില്ലേ? ആർട്ടിസ്റ്റുകൾ പൈസ കൊടുത്തിട്ടില്ലേ? ഈ അമ്മനെ നന്നാക്കി പറയാൻ വെള്ളം ഒഴിച്ച് പറയാൻ ഞാൻ അന്നേരം പറഞ്ഞല്ലോ, ഞാൻ സിനിമാകാരനായിട്ടില്ലല്ലോ. അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഓണത്തിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നു, കോടിക്കണക്കിന് രൂപ ജനങ്ങളെ സഹായിക്കുന്നു, സിനിമയിലുള്ള ആളുകളെ സഹായിക്കുന്നു, എന്തെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ തകർക്കരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് എന്താ പറയുന്നത് വെച്ചാല് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ, സംഘടനയെ തകർക്കുന്നതിൽ കാര്യമില്ല. കാരണം അവർ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതാണ് പറഞ്ഞത്. അദ്ദേഹം സിനിമാ സംഘടനയിലെ അംഗമല്ല, എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഈ ഒരു കാര്യത്തിന് എല്ലാവരും യോജിക്കുന്നതാണ്. ഒരു അഴിച്ചുപണി വേണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുള്ളൂ. അഴിച്ചുപണി എന്തിനാണ്? ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, എത്ര തന്നെ. ഇപ്പൊ ലാലേട്ടന്റെ വായയുടെ മുന്നിൽ മൈക്കും പിടിച്ചിട്ട് എത്ര ആളുകൾ നടന്നറിയോ? അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്റെ കയ്യിൽ അത് ഒതുങ്ങുന്നതല്ല, ഞാൻ പറയുന്ന വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അമ്മ എന്ന സംഘടനയിൽ അഴിച്ചുപഴി വേണം, അതുകൊണ്ട് ഞാൻ രാജിവെച്ചു. വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ അതും കൂടി നമ്മൾ ഈ കൂട്ടത്തില് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ഒരു സംഘടനയെ തകർത്തില്ലാണ്ടാക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അന്വേഷിച്ച് കേസെടുക്കണം, വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം. അത് നിന്റെ പാപ്പായാലും ശരി ഞാനായാലും ശരി ശിക്ഷിക്കപ്പെടണം. പക്ഷെ മാന്യമായ കേസ്, മാന്യമായ തെളിവോടുകൂടി, പൂർണ്ണമായ തെളിവോടുകൂടി ശക്തമായിട്ട് വെക്കണം. ഇതിന്റെ പിന്നിലൊരു കുടുംബമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഒരു കുടുംബമുണ്ട്. ആ ഏതിന്റെ പിന്നിൽ ഒരു കുടുംബമുണ്ട് എന്നുള്ളത്. ഇദ്ദേഹം മാമുക്കോയ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ, അതൊരു നുണയായിരുന്നുവെങ്കിൽ ആ ഒരു സ്ത്രീ അനുഭവിക്കുക തന്നെ വേണം. നേരെ തിരിച്ചാണ് കോടതിയിൽ വിധി വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയും? വീണ്ടും അവരെ ഇതിലേക്ക് വലിച്ചിട്ടു, വീണ്ടും അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് തുല്യമായി. പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞതാ ഇനിയും പറഞ്ഞ് ഇനി വായിൽ നിന്ന് ആ സ്ത്രീ ചിലപ്പോ ഇതിലും മോശമായ കാര്യങ്ങൾ മാമുക്കയിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താവും അവസ്ഥ? തകരാൻ പോകുന്നത് നിങ്ങളുടെ ഉമ്മ കൂടിയാണ് എന്നുള്ളതാണ്. ഇത്രയും കാലം കൂടെ താമസിച്ച തന്റെ ഭർത്താവ് ഇങ്ങനെ ഒരാളായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ വെമ്പ് കൂട്ടി ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. ആ സമയത്താട്ടോ, നിങ്ങളെ ഭാഗത്താണ് ശരിയെങ്കിൽ
ഓക്കെ, നിങ്ങൾ ചെയ്തത് അടിപൊളി എന്ന് തന്നെ ആളുകൾ പറയാ. രണ്ട് ഭാഗവും നമ്മൾ നോക്കണം ഈ വിഷയത്തില്. പിന്നെ പോലീസിന്റെ സംവിധാനവും മുമ്പ് ഒരു നടിന്റെ പേരിൽ ഒരു രാത്രിക്ക് രാത്രി ഉണ്ടായ ഒരു വിഷയത്തിന് 4 അന്ന് പ്രതികളെ പിടിച്ചിരുന്നു. ഓരോക്കെ ഒന്നും ചെയ്യില്ലാതെ. ഇനി ഒന്നും കേൾക്കാം, ഇത് കേട്ടോളി. ഇപ്പൊ പരാതി കൊടുത്ത ഒരാളെ തീരുമാനം. ഒരു പരാതിയില്ല, പ്രശ്നം ഇവർക്കില്ല. നാളെ കഴിഞ്ഞ് ആ കുടുംബം ഇപ്പൊ പരാതിയില്ല. ഒരു ആൺകുട്ടിയില്ല പ്രതികരിച്ചിരിക്കുന്നു. ഇങ്ങനെ കുറെ ആൺകുട്ടികൾ പ്രതികരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഉള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരുപാട് ആളുകൾ പ്രതികരിച്ചതില്ല. അത് ഞാനിവിടെ നല്ല കാണിക്കുന്നില്ല. ഈ സ്ത്രീ ഇപ്പൊ ഒരു പരാതിയില്ല എന്നാ പറഞ്ഞത്. ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പോയി. ജയസൂര്യയുടെ വിഷയമാണത്. ജയസൂര്യക്കെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞപ്പോ, അതായത് അവര് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്, എൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ് ജയസൂര്യ, അതുകൊണ്ട് തന്നെ എനിക്കതിൽ പരാതിയൊന്നുമില്ല എന്ന് പറയുന്നു. പരാതി ഇല്ലാത്ത ഒരാള് ദയവ് ചെയ്ത് കംപ്ലൈന്റ് ആയിട്ടോ ഇത് മീഡിയാസിന്റെ മുന്നിൽ പോയി നിന്ന് കൊടുക്കരുത്. നിന്ന് കൊടുത്താൽ അവരത് ഉത്സവം പോലെ അങ്ങോട്ട് ആഘോഷിക്കും. അപ്പൊ ആ ഒരു കുടുംബത്തിന് വീണ്ടും മോശപ്പെടുത്തിയ പോലെയല്ലേ. അങ്ങനെ ഇല്ല പരാതി എന്ന് പറഞ്ഞ ആള് പിന്നെ പരാതി കൊടുക്കാനും പോയി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, മാമുക്കോയുടെ വിഷയത്തിലേക്ക് വരാം. മാമുക്കോയുടെ വിഷയം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ, ഈ പെൺകുട്ടി കാണുന്നത് പ്രായമായിട്ടുള്ള ആളാണ്, വല്യുപ്പാന്റെ പ്രായമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു മനുഷ്യൻ അവരോട് ചാറ്റ് ചെയ്ത രീതി, ഫോൺ ചെയ്ത് സംസാരിച്ച രീതി, നേരിട്ട് സംസാരിച്ച രീതി, അതൊക്കെ വളരെ മോശമായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് പല ആളുകൾക്കെതിരെയും ഇപ്പൊ വേറൊരു നടി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിദ്ദീഖൊക്കെ പെട്ടതിലും അദ്ദേഹത്തിനെ കുറിച്ച് അവർ പോസ്റ്റിലിട്ടതും ഒക്കെ സംസാരം കൊണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ള സെക്ഷൽ ഡയലോഗ്സ് ആണ് ഉപയോഗിച്ചത് എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഒരു കാര്യത്തിൽ മാമുക്കോയ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പേര് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയാം. പക്ഷെ നേരെ തിരിച്ച് ഈ ഒരു പെൺകുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ എന്തു ചെയ്യും? വളരെ മോശമായി പോവില്ലേ കാര്യങ്ങൾ? അപ്പൊ വീണ്ടും നമ്മൾ നമ്മുടെ കുടുംബത്തിനെ തന്നെ നാറ്റിക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പെൺകുട്ടി ചെയ്തത് നുണയാണ്, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ആ ഉമ്മാക്കും സമാധാനമാണ്. മക്കള് പറയുമ്പോൾ ഉമ്മയോട് പറയാ, ആ പെണ്ണ് പൈസക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞതാണ്, ഉമ്മ കാര്യം കണ്ട കാരണം ഉമ്മയുടെ മനസ്സിനത് പോകും. അതങ്ങനെയാണ്. സ്വന്തം കൂടെ താമസിച്ചിരുന്ന ഭർത്താവിനെ വിശ്വാസമാവും ഏതൊരു സ്ത്രീക്കും. എന്നിരുന്നാൽ പൂർണ്ണമായിട്ടും എല്ലാവരും എല്ലാം തുറന്നു പറയുന്ന ആളുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പോൾ ഇതറ്റം കോടതിയിൽ പോയിട്ടുണ്ട്, കേസ് തിരിഞ്ഞു വന്നിട്ട് മാമുക്കോയ കുറ്റക്കാരനാണെന്ന് അച്ഛൻ വന്ന എന്താവാ ഉമ്മാന്റെ അവസ്ഥ? അപ്പോൾ ഉമ്മറൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വീണ് കാലൊടിഞ്ഞ് ഷുഗർ കൂടുതലായതുകൊണ്ട് വീട്ടില് കിടപ്പിലാണ്. അത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര എന്താ പറയാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ ഒരു വ്യക്തിയാണ്. അവരെ ഈ ഒരു കാര്യത്തിൽ സങ്കടപ്പെടുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു നുണയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാമുക്കയെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവാതിരിക്കുമോ? നിങ്ങൾ തന്നെ പറയുന്ന എന്റെ ഉപ്പ ഈ കോഴിക്കോട് അങ്ങാടിയിൽ പോവാത്ത സ്ഥലങ്ങളില്ല, ഉപ്പാനെ അന്വേഷിച്ച് വരാത്ത നാടകക്കാരില്ല, സിനിമാക്കാരില്ല, എഴുത്തുകാരില്ല, സാഹിത്യകാരന്മാരില്ല, അല്ലെ? എല്ലാവരും അദ്ദേഹത്തിനെ കണ്ടവരാണ്, വരുന്നവരാണ്, ഇഷ്ടമുള്ള ആളാണ്, എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന മനുഷ്യനാണ് മാമുക്കോയ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ തന്നെ പറയുന്നു അദ്ദേഹം വളരെ ഡീസന്റ് ആണെന്ന്. ആരെങ്കിലും അവിശ്വസിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. അപ്പോ വീണ്ടും ഇത് കുത്തിപ്പൊക്കി അത് ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.